പിണറായി വിജയൻ ഏകാധിപതിയാണ്. പിണറായി വിജയന് കറുത്ത നിറം കണ്ടുകൂടാ. കറുത്ത കൊടി, കറുത്ത വസ്ത്രം എന്നിവ കണ്ടാൽ അപ്പോൾ ഏകാധിപതിയായ പിണറായി വിജയന് ദേഷ്യം വരും. അതുകൊണ്ട് പോലീസുകാർ അവരെയൊക്കെ അപ്പോൾ തന്നെ പിടിച്ചു മാറ്റും. പിണറായി വിജയൻ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ കറുത്ത വസ്ത്രം ധരിച്ചവരെ പോലും പങ്കെടുപ്പിക്കാറില്ല. ഇതൊക്കെ കഴിഞ്ഞ കാലത്ത് വന്ന വാർത്തകളാണ്. കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ വന്ന വാർത്തകൾ. ഇതെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ വല്ലാതെ പൊലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയും പ്രതിപക്ഷ നേതാവ് തന്നെ വാർത്താസമ്മേളനത്തിൽ ഇതിനൊക്കെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, വി.ഡി. സതീശൻ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ദില്ലിയിലേക്ക് പോയ ഘട്ടത്തിൽ കേരള ഹൗസിന് മുന്നിൽ ഒരു കറുത്ത ബോർഡ് ഉണ്ടായിരുന്നു. കറുത്ത ബോർഡ് അത് അവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് കറുത്ത ബോർഡ് വെച്ചത്. അവിടുത്തെ ജീവനക്കാർ തന്നെ, ജീവനക്കാരുടെ സംഘടന തന്നെ. ആ സംഘടന നേതാക്കൾക്കെതിരെ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വരുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹത്തെ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ വഴിതിരിച്ചു വിടുന്ന രൂപത്തിൽ കറുത്ത ബോർഡ് സ്ഥാപിച്ചു. അതിന് മറുപടി നൽകണം. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് 2 ഉദ്യോഗസ്ഥർക്ക്. വാർത്ത മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. മാതൃഭൂമി കൊടുത്ത വാർത്ത ഇങ്ങനെയാണ്: കറുത്ത ബോർഡിൽ വെളുത്ത എഴുത്ത്, മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് തടസ്സം, 2 ജീവനക്കാർക്ക് നോട്ടീസ് എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. അതിന് താഴെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അന്യായമായ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിക്കുക, റെസിഡന്റ് കമ്മീഷണറുടെ ഏകാധിപത്യ നടപടികൾ അവസാനിപ്പിക്കുക. ഇതാണ് ബോർഡ്. ഈ ബോർഡ് സ്ഥാപിച്ചത് മുഖ്യമന്ത്രി വരുന്നതിന് തൊട്ട് മുമ്പാണ്. ദില്ലിയിലെ കേരള ഹൗസിലേക്ക് മുഖ്യമന്ത്രി വരുന്നതിന് തൊട്ട് മുമ്പാണ് ബോർഡ് സ്ഥാപിച്ചത്. മുഖ്യമന്ത്രി കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. എന്താണ് ദില്ലി കേരള ഹൗസിൽ നടക്കുന്നത് എന്നത് മുഖ്യമന്ത്രി കാണട്ടെ എന്ന് ധരിച്ച് തന്നെയാണ് ആ ബോർഡ് എടുത്തു പറയാൻ ആവശ്യപ്പെടുന്നു. മാറ്റുന്നില്ല. അങ്ങനെയാണ് 2 ജീവനക്കാർക്കെതിരെ നടപടി എടുത്തത്. മാതൃഭൂമിയുടെ വാർത്ത നോക്കൂ. ഡൽഹി സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ താമസിച്ച കൊച്ചിൻ ഹൗസിന് സമീപം ബോർഡ് വെച്ച 2 ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുവെന്ന് ആരോപിച്ചാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഇടത് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാക്കളായ മനോജ് കുമാർ, ജയപ്രസാദ് എ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. കേരള ഹൗസ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസാണ് നോട്ടീസ് നൽകിയത്. മെയ് 22-ന് രാത്രി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലെ കേരള ഹൗസിൽ എത്തുന്നതിന് തൊട്ട് മുൻപാണ് റെസിഡന്റ് കമ്മീഷണർക്ക് എതിരെ ഇടത് സംഘടനാ പ്രവർത്തകർ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. ജയപ്രസാദിന്റെ അകാരണമായ സസ്പെൻഷൻ പിൻവലിക്കണമെന്നും റെസിഡന്റ് കമ്മീഷണറുടെ ഏകാധിപത്യ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ബോർഡ്. കറുത്ത പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങൾ ആലേഖനം ചെയ്ത ഫ്ലക്സ് ബോർഡ് ആണ് സ്ഥാപിച്ചിരുന്നത്. ഇത് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുവെന്ന് ആരോപിച്ചാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ കണക്കിലെടുത്ത് ബോർഡ് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചെങ്കിലും കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർ അത് ചെയ്തില്ലെന്നും അശ്വതി ശ്രീനിവാസ് നൽകിയ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാണ് വാർത്ത. ആലോചിച്ച് നോക്കണം. കരിങ്കൊടി, കറുത്ത വസ്ത്രം ഇവയെല്ലാം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ നിരന്തരം ആക്ഷേപിച്ചവരാണ് ഇപ്പോൾ കറുത്ത ബോർഡ് കാണുന്നത് തന്നെ അരോചകമായി മാറുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ കാർട്ടൂൺ ഷെയർ ചെയ്തു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. പ്രതിഷേധം വ്യാപകമായി ചർച്ചയായി. അതേ തുടർന്ന് സസ്പെൻഷൻ പിൻവലിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് വിരമിക്കാൻ 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് സസ്പെൻഷൻ. ഇതാ ഇവിടെയും 2 ജീവനക്കാർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മെല്ലെ മെല്ലെ ചർച്ചയായി വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഉറപ്പായും ചർച്ചയായി മാറും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. നോക്കിക്കോ, ഇതും തിരുത്തേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് കറുത്ത ബോർഡ് പോലും അലർജിയാവുന്ന കാലമാണ് വരുന്നത് എന്നർത്ഥം. ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടിയൊക്കെ നിരന്തരം പ്രസംഗിക്കുന്ന വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ ഇടപെടണം. കറുത്ത ബോർഡ് വെച്ചതിന് ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അതും മുഖ്യമന്ത്രിയുടെ പേരിൽ, വി.ഡി. സതീശൻ്റെ പേരിൽ. അതുകൊണ്ട് ഇടപെടേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.